ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഓഫീസിൽ പോകുമ്പോഴും ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴും ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴും ഒക്കെ ചെയ്യുന്ന ഒരു സിമ്പിൾ മേക്കപ്പാണ്. സിമ്പിൾ മേക്കപ്പ് ഇൻ ദി സെൻസ് ഫൗണ്ടേഷനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല, ബ്ലഷോ ഹൈലൈറ്ററോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലൈക്ക് കാജൽ, ഐലൈനർ, പൗഡർ, പിന്നെ ലോഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കടക്കുന്നതിന് മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് വേഗം തന്നെ കിടക്കാം. ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഞാനിന്ന് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ടേക്ക് വേഗം തന്നെ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേസ് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു മാമഅർത്തിൻ്റെ റൈസ് ഡ്യൂയി ബ്രൈറ്റ് ഫേസ് വാഷാണ് എടുത്തേക്കണത്. ഈ ഒരു ഫേസ് വാഷാണ് എടുത്തേക്കുന്നത്. ഇതിൽ നിയാസിനമൈഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ സ്കിന്നിലുള്ള ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനും വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ ഫേസ് എല്ലാം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്നും യൂസ് ചെയ്യുന്ന ഒരു ലോഷനാണ് കെഫേൻ്റെ ബ്ലൂബെറി സിറം ബോഡി ലോഷൻ. ഇതിൻ്റെ ഫ്രേഗ്രൻസ് നല്ലതാണ്. ഞാനിതിപ്പോൾ ഒരു 6-7 മാസമായിട്ടുണ്ടാവും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നല്ലൊരു ലോഷനാണ്. സ്കിന്ന് നല്ലതുപോലെ ഡ്രൈനെസ് ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും സ്കിന്ന്. അതേപോലെ നല്ല ഫ്രേഗ്രൻസ് ആണ് ബ്ലൂബെറിൻ്റെ. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് വേണമെന്നവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പിംഗ് വന്നിട്ട് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാനൊരു 2 സ്ക്വീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കണ്ടില്ലേ, നല്ലൊരു വാട്ടറി കൺസിസ്റ്റൻസി പോലത്തെയാണ്. മറ്റേ ഇതൊന്നുമില്ല, ഒട്ടലൊന്നുമില്ല. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരച്ചരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എടുത്ത് നമ്മുടെ കയ്യിൽ തന്നെ എടുത്ത ലോഷൻ അതിലോട്ടേക്ക് തന്നെ അബ്സോർവ് നമ്മുടെ സ്കിന്നിലോട്ടേക്ക് പോകില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ മുഖത്ത് തേക്കുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടി തേക്കാൻ നോക്കുക. അത് സ്കിപ്പ് ചെയ്യരുത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞ് തന്നതാണ്. മീൻസ് എൻ്റെ വീഡിയോയിൽ ഞാനൊന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലോഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നും തന്നെ ഇല്ല. ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു പൗഡറാണ്. ഇവൻ്റെ ഈ ഒരു പൗഡറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങനത്തെ പൗഡറോ അല്ലെ കോമ്പാക്ട് പൗഡറോ അങ്ങനത്തെ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഉള്ളത് വെച്ചിട്ട് അങ്ങ് തൃപ്തിപ്പെടാം. അല്ലെങ്കിൽ ഈ കോമ്പാക്ട് പൗഡറും ഫൗണ്ടേഷനൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനെക്കാട്ടും കുറച്ചും കൂടി ഭേദം ഇതാണ്. കാരണം നമ്മുടെ കോമ്പാക്ട് പൗഡറും ഫൗണ്ടേഷനും അതിൽ അപ്ലൈ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരിക്കില്ല, കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ലൊരു വൃത്തി കാണിക്കും അല്ലേ. പക്ഷേ നമ്മൾ നാച്ചുറലി നമ്മൾ എങ്ങനെയാണ്, അപ്പോൾ അതേപോലെ നമ്മൾ പെരുമാറിയാൽ മതിയല്ലോ. പിന്നെ വലിയ ആൾക്കാർക്ക് അങ്ങനെ എന്താ പറയുക, ഭംഗിയോട് കൂടി പോകണം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ മേക്കപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വെറും വേസ്റ്റ് ഞാൻ പറയില്ല. ഒരു നല്ല ഫംഗ്ഷൻ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം ഫോർ ഷുവർ. ബട്ട് എന്താ പറയുക, അടുത്തൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ പോകുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. അപ്പോൾ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യണത് നിവിയൻ്റെ ഈ ഒരു ലിപ് ബാമാണ് ഞാൻ തേച്ച് കൊടുക്കാറ്. ഇത് വന്നിട്ട് ചെറീൻ്റെ ഇതാണ് എന്ത് ഫ്രേഗ്രൻസ് ആണ്. ചെറീൻ്റെ ഒരു ഫ്രേഗ്രൻസിലാണ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലിപ് ബാം തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കാജൽ അപ്ലൈ ചെയ്യുന്നത് ലാക്മീൻ്റെ ഐക്കോണിക് കാജലാണ്. ഇതിൻ്റെ പാക്കിങ് വന്നിട്ട് സൂപ്പറാണ് കേട്ടോ. നല്ലൊരു ഫ്ലൂറസൻ ടൈപ്പിൻ്റെ ഒരു പാക്കിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പാക്കിംഗ് വന്നിട്ട്.
ഓക്കെയാണ്. എൻ്റെ അടുത്ത് മറ്റേ കുഞ്ഞു മിറർ ഇല്ലാത്തത് കൊണ്ടേ ഞാൻ എൻ്റെ മുന്നിലുള്ള ഒരു മിറർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് മാത്രമേ ശരി ഉണ്ടാവും എനിക്കറിയില്ല. എനിവേ ഓക്കെ ആണെന്ന് വിചാരിക്കണം ഞാൻ. അപ്പോൾ കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി വന്നിട്ട് ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐലൈനർ നമുക്ക് ജസ്റ്റ് ഈ ഒരു എൻഡിൽ മാത്രം തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഫുള്ളി അപ്ലൈ ചെയ്യാറ്. നല്ല തിക്കായിട്ട് ഞാൻ അപ്ലൈ ചെയ്യും. അതപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഐലൈനർ ഞാൻ ചെയ്യുന്നതും എൻ്റെ ഐ മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഐ മേക്കപ്പ് ഇൻ ദ സെൻസ് കാജലും ഐലൈനറും മാത്രമാണ് കേട്ടോ, അല്ലാതെ വേറെ മറ്റേ ഇതൊന്നുമില്ല, ഐ ഷാഡോ അങ്ങനത്തെ ഒരു സംഭവമില്ല. ജസ്റ്റ് കാജലും ഐലൈനറും മാത്രം. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു 2 എൻഡിൽ മാത്രമേ തേക്കുന്നുള്ളൂ. എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഈ ഭാഗത്തും തേച്ച് കൊടുക്കുക. തേച്ച് കൊടുക്കാം അല്ലേ ഫുള്ളി. എന്തായാലും ഞാൻ ഒരു സിമ്പിൾ മേക്കപ്പ് ആയിട്ടാണല്ലോ വന്നേക്കണേ. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു ഐലൈനർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ലാഷസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കും കേട്ടോ. വരച്ചു കൊടുക്കുമെന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫേസ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തു, പിന്നെ ലോഷൻ തേച്ചു, പിന്നെ പൗഡർ അപ്ലൈ ചെയ്തു, പിന്നെ ലിപ് ബാം അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് കാജൽ അപ്ലൈ ചെയ്തു, പിന്നെ ഐലൈനർ അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് പൊട്ടാണ്. അപ്പോൾ പൊട്ട് ഞാൻ എന്നും ഒരു മെറൂൺ കളർ പൊട്ടാണ് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ പൊട്ട് അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ കുങ്കുമം ഞാൻ അപ്ലൈ ചെയ്യാറില്ല. കുങ്കുമം ഇൻ ദ സെൻസ് സ്റ്റിക്ക് ജസ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. പണ്ട് മുതലേ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഞാനിങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ബേസ് എല്ലാം കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ എൻ്റെ മുടി നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലും കഴിഞ്ഞു. ഇനി കയ്യിലൊന്നും കിട്ടിയില്ലെങ്കിൽ ശരിയല്ലല്ലോ. ബാംഗിൾസ് അതിലൊക്കെ വളരെ എല്ലാം തന്നെ ഉണ്ട്, പക്ഷെ അത് ഭദ്രമായിട്ട് അങ്ങ് സൂക്ഷിച്ച് വെച്ചേക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രേസ്ലെറ്റാണ് ഇടുന്നത്. നല്ലൊരു ബ്രേസ്ലെറ്റാണ്. ഹസ്ബൻഡ് ഒരു 2-3 ദിവസം മുന്നേ ഏതോ ഒരു സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് കൊണ്ടു തന്നതാണ്. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഏത് ഡ്രസ്സിൻ്റെയും കൂടി ഇടാം. കാരണം കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത് കൊണ്ട് ഏത് ഡ്രസ്സിൻ്റെയും കൂടി നമുക്ക് ഇടാം. ഒരു സൈറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കൂടി ഞാൻ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ലുക്ക്, ദാറ്റ്സ് ഇറ്റ്. നല്ല രസമല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്.
എൻ്റെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക് ഇത്രയേ ഉള്ളൂ. ഓഫീസിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് പോവാറ്. ഓക്കെ, അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ എങ്ങനത്തെ വീഡിയോ ആയിട്ട് വരണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതേപോലെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം ഫുലൂസ് ഡ്രീം വേൾഡ്. ടാറ്റ ബൈ.